ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും യേശു നീ വന്നാലും ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈ സാധാരണ നമ്മള് ഇപ്പം ഒത്തിരി ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സിനിമ ഇറങ്ങുകയാണ് റിവ്യൂ ചെയ്യുന്നു, ചിലപ്പോൾ പുതിയ പാട്ടുകളൊക്കെ സിനിമ പാട്ടുകൾ ഇറങ്ങിയാൽ അത് റിവ്യൂ ചെയ്യുന്നു, ചില റിയാക്ഷൻസ് ഒക്കെ ഇടുന്നു. പക്ഷേ സാധാരണ ആരും റിയാക്ട് ചെയ്യാത്തൊരു മേഖലയാണ് നമ്മുടെ ഈ ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. ആരും നോക്കാറോ അതിനെക്കുറിച്ച് ആരും പറയാറോ ഒന്നുമില്ല. നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. അതെ, അച്ഛാ ഇതിനെക്കുറിച്ച് എന്താ അച്ഛന് പറയാൻ പറ്റുക? ഈ പാട്ടിനെ പറ്റി ഇതിനൊരു ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചരിത്രമുണ്ട്. കാരണം 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളം സന്ദർശിച്ചു. ആ സമയത്ത് നമ്മുടെ അൽഫോൺസാമിയെയും ചാവറയച്ചനെയും വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വേളയുണ്ടായിരുന്നു. സീറോ മലബാർ സഭയെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ 1986 ആ വർഷം നമ്മുടെ റാസ കുർബാന ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയായിരുന്നു കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച്. അപ്പോൾ ആ ഉദ്ഘാടന വേളയിൽ ആലപിക്കപ്പെടാനായിട്ടാണ് ഈ പാട്ട് എഴുതപ്പെടുന്നത്. ഇത് കുർബാന സ്വീകരണ ഗാനമായിട്ട് എഴുതപ്പെട്ടു. എഴുതിയിരിക്കുന്നത് നമ്മുടെ ജോസ് കൊച്ചുപറമ്പിലച്ഛനാണ്. അച്ഛൻ നമുക്കറിയാം, അച്ഛൻ ലിറ്ററജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി സംഭാവനകൾ സഭയ്ക്ക് നൽകിയിട്ടുള്ള ആളാണ്. അച്ഛനാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള, എന്നാൽ വിശുദ്ധ കുർബാനയ്ക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല ലിറിക്ക് അച്ഛൻ ഇതിന് എഴുതി. അച്ഛൻ ആ സമയത്ത് സെമിനാരി പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ് അച്ഛൻ അത് എഴുതുന്നത്. അതിനുശേഷം നമുക്കറിയാം വർഷങ്ങളോളം നമ്മുടെ ദേവാലയത്തിലെല്ലാം അത് ആലപിക്കപ്പെട്ടു. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എന്നറിയാമോ, ഇതൊരു സിംഗിൾ സോങ് ആയിട്ട് കമ്പോസ് ചെയ്യപ്പെട്ടൊരു സോങ് അല്ല, വളരെ ഗ്രൂപ്പ് സിംഗിങ്ങിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടൊരു സോങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന മംഗലപ്പുഴ സെമിനാറിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പം പുറത്തുനിന്നൊരു ടീം ഈ പാട്ട് വന്നിട്ട് ഗ്രൂപ്പായിട്ടൊന്ന് പാടി പാർട്സൊക്കെ വെച്ച് മംഗലപ്പുഴ സെമിനാരിയുടെ ദേവാലയത്തിൽ ഈ പാട്ട് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഇതിനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത്ര സുന്ദരമായിട്ടാണ് ഈ ഗാനം കമ്പോസ് ചെയ്യപ്പെട്ടതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല ഈ പാട്ടിൻ്റെ വരികൾക്ക് വലിയ പ്രത്യേകതകളുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛന് അത് ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രത്യേകിച്ച് ആ വരികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ക്രിസ്തീയ ഗാനങ്ങളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഡിവോഷണൽ സോങ്സിനും പ്രെയർ സോങ്സിനും. ഭക്തി ഗാനങ്ങൾ, പ്രാർത്ഥനാ ഗാനങ്ങൾ. ഈ ഭക്തി ഗാനങ്ങൾക്കൊരു ഉദാഹരണം, ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽ തീരയിൽ തോണിയേറി വല വീശിപ്പോരെ കണ്ട് അവരോടു ചൊല്ലി സ്നേഹമോടെ ദൈവദൂതകൾ. ഇത് ഈശോയുടെ ജീവിതത്തിലെ ഒരു സംഭവത്തെ വിവരിക്കുക, അല്ലെങ്കിൽ ഒരു ദൈവിക രഹസ്യത്തെ വിവരിക്കൽ. അതൊക്കെയാണ് ശരിക്കും ഒരു ഭക്തി ഗാനത്തിൽ നടക്കുന്നത്. കുറേ വിവരണങ്ങളാണ്. പക്ഷെ പ്രാർത്ഥനാ ഗാനങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ഈശോയെ, സ്വർഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പാട്ടുകളായിരിക്കും. അതാണ് കൂടുതലായി നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എൻട്രൻസ് സോങ്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സഭ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മനോഹരമായ ഗാനമാണിത്. ഇതുപോലെ മറ്റു പല ഗാനങ്ങളും ഉണ്ട്, നമുക്കറിയാം. യേശുനാഥ ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതും നമ്മുടെ മലയാള സിനിമയിൽ തന്നെ നല്ല പാട്ടുകൾ, പ്രത്യേകിച്ച് അല്ലിയാമ്പൽ കടവിൽ എന്നുള്ള പാട്ടൊക്കെ അറിയാമല്ലോ, നമുക്ക് വളരെ പ്രശസ്തമായ പാട്ട്. അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ജോബ് മാസ്റ്ററാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. അങ്ങനെ ഒത്തിരിയേറെ നല്ല സുന്ദരമായ ഗാനങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്, നമ്മുടെ സഭയ്ക്ക് സ്വന്തമായിട്ടുണ്ട്, സമ്പത്തായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗാനങ്ങളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും നമുക്ക് റിവ്യൂ ചെയ്യുകയൊക്കെ ചെയ്യാം ഇനിയുള്ള എപ്പിസോഡുകളിൽ. അത് വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മുടെ മാക് TV യിൽ നമുക്ക് വീണ്ടും കാണാം.